പിണറായി വിജയനായിരുന്നു കാരണഭൂതൻ, കപ്പിത്താൻ, ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ള വിശേഷങ്ങൾ വന്നത്. ഇപ്പോൾ UDF-ലേക്കും ക്യാപ്റ്റനും മേജറും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിലെ ക്യാപ്റ്റൻ വന്നാലാണോ മേജർ വന്നാലാണോ പിണറായിയെ നന്നായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ആര് വന്നാലും അവരെല്ലാം പിണറായിയെ കാട്ടിൽ കേരള സമൂഹത്തിന് സ്വീകാര്യനാണെന്നുള്ള ഘട്ടത്തിലാണ് കേരളം നിൽക്കുന്നത്. പിണറായിസവും പിണറായി ഭരണവും പിണറായി എന്ന വ്യക്തിയും കേരളത്തിന് ഇനിയും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 1960കളുടെ അവസാനം വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ഒരു സാധാരണക്കാരനെ, അയാൾക്ക് പിണറായിയുടെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാവം പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം അയാളെ കൽമഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായി സാക്ഷി പറയാൻ പോലും ആരുമില്ലാത്തത് കൊണ്ടും ഭരണകൂടത്തിൻ്റെ സഹായം കൊണ്ടും അന്ന് രക്ഷപ്പെട്ട പിണറായി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു ദശകം ആകുന്നു, 2 ടേൺ ഭരിച്ചു കഴിഞ്ഞപ്പം പിണറായി എന്ന് പറയുന്ന ആള് കേരളം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുമുണ്ട്. അതൊരു യാഥാർത്ഥ്യം. അഴിമതിയുടെ ആരോപണങ്ങളുണ്ട്, ഭരണകൂടത്തിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് സാധാരണക്കാരനെ വിധേയരാക്കുന്ന സാഹചര്യമുണ്ട്. അഴിമതി, കൈക്കൂലി, കെടുകാര്യസ്ഥത ഇതെല്ലാം നിലനിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതു വർഗീയ മുന്നണിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു സാധ്യത എന്ന് പറയുന്നത് പിണറായിയെ മാറ്റി ഒരു കോൺട്രവേഴ്സി ഇല്ലാത്ത സമൂഹത്തിന് സ്വീകാര്യനായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിണറായിക്ക് ക്യാപ്റ്റനെന്നും കപ്പിത്താനെന്നും കാരണഭൂതനെന്നും ഒക്കെ പേരെടുത്ത കാര്യം പറഞ്ഞു. പക്ഷെ അതേ ശൈലിയിൽ പോകാതെ ജനങ്ങൾ കണ്ടെത്തി കൊടുക്കുന്ന പേരുണ്ടല്ലോ, അതായത് ലീഡർ കെ കരുണാകരന് ലീഡർ എന്നുള്ള പേര് കേരളം കണ്ടുപിടിച്ചു കൊടുത്തതാണ്. ഭാരതത്തിൻ്റെ തലത്തിൽ പോയാൽ ജയപ്രകാശ് നാരായണി, ലോക്നായക് ജയപ്രകാശ് എന്ന പേര് കൊടുത്തത് ജനസമൂഹം കൊടുത്ത പേരാണ്. അതുപോലെ ജനസമൂഹത്തിൽ നിന്ന് സൽപ്പേര് നേടിയിട്ട് ക്യാപ്റ്റനെന്നോ മേജറെന്നോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ പേര് പറയുന്നതിനും കേൾക്കുന്നതിനും ഒരു സുഖമുണ്ട്. അവരെക്കുറിച്ച് വിവാദങ്ങളുണ്ടാവാം, വിമർശനങ്ങളും ഉണ്ടാവാം. എങ്കിലും അത് ജനം കൊടുത്ത പേരാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും അതിനൊരു സ്വീകാര്യതയുണ്ട്, പരിഗണനയ്ക്ക് അർഹതയുണ്ട്. ഇവിടെ കേൾക്കുന്ന വേറെ ഒന്നാണ്. നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പം അത് തന്നെ വളരെ വിചിത്രമായൊരു വിജയമാണ്. ഒരു വോട്ട് പോലും UDF-ന് കഴിഞ്ഞ ഇലക്ഷനെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ അതേ സാഹചര്യത്തിൽ മുസ്ലിം വർഗീയ പക്ഷത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ ഫണ്ടിൻ്റെയും എല്ലാം ക്രോഡീകരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയപ്പോഴാണ് വിജയം. എന്നിട്ടും UDF-ൻ്റെ കഴിഞ്ഞ ഇലക്ഷൻ വോട്ടിനെക്കാട്ടിൽ വോട്ട് കുറയുക ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ത് പറയാനാ, ഞാനാണ് ക്യാപ്റ്റൻ. പുതിയ ക്യാപ്റ്റനായിട്ട് VD സതീശൻ സ്വയം അവരോധിക്കുന്നു. സ്വയം എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടെങ്കിലൊക്കെ പറയിപ്പിക്കുന്ന സംവിധാനമായിരിക്കും. അപ്പോൾ ചെന്നിത്തലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ഘട്ടത്തിൽ ഞാൻ അതായത് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പം കുറേ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടും എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നാണ് ചെന്നിത്തലയുടെ പരാതി. എന്നാൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സതീശൻ ചെന്നിത്തലയ്ക്ക് ഒരു മേജർ സ്ഥാനം കൊടുത്തു. ഇതാണ് ഇപ്പം സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം. ഇവിടെ ഒരു പ്രകടമായ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നേരത്തെ ലേഖനം പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. അതായത് രമേശിനെ ഒഴിവാക്കിയവർ സതീശനും അവസരം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ വലതുവർഗീയ മുന്നണി എങ്ങനെയാണോ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയെ ആ മുന്നണിയുടെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെയാണോ ചെന്നിത്തലയുടെ സാധ്യത കഴിഞ്ഞ 2021 ഇലക്ഷന് UDF-കാർ തന്നെ ഇല്ലാതാക്കിയത്, അതേ രൂപത്തിൽ തന്നെ സതീശനാണ് ഇനി വളർന്നു വരാൻ പോകുന്നെങ്കിലും സതീശനും ആ കാലുവാരലിൻ്റെ അനുഭവം
വഞ്ചനയുടെ അനുഭവം നേരിടേണ്ടി വരുമെന്നും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ സതീശനും സാധ്യതയില്ലെന്നും മേജറും ക്യാപ്റ്റനും രണ്ടുപേരും പരാജയം നേരിടേണ്ടി വരാം. അതായത് കോൺഗ്രസിൽ ആരും ആരെയും ഉയർത്തില്ല എന്നുള്ളതാണ്. അത് ഞണ്ടിന്റെ കാര്യം കടൽ തീരം ഞണ്ടില്ലേ പരസ്പരം പിടിച്ചു കിടന്ന് താവോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ സത്യസന്ധമായിട്ട് ആലോചിച്ചാൽ കോൺഗ്രസിന് ഏറ്റവും പറ്റിയ, എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് യോജിച്ചു പോകുന്ന ആളല്ല. രമേശ് ചെന്നിത്തല എൻ്റെ സഹപാഠി ആയതുകൊണ്ടോ ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിലോ പറയുന്നതുമല്ല. അത് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നു. കോൺഗ്രസിന് ഒരു രണ്ടാമത് വരവ്, UDF ഒരു രണ്ടാമത് വരവ് സാധിക്കുന്നതിനുള്ള ഏറ്റവും നല്ല തുറുപ്പ് ചീട്ട് പാർട്ടിക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി രമേശ് ചെന്നിത്തല ആയിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് പല കാര്യങ്ങളുണ്ട്. ഇനി ഒരു കാര്യം തിരിച്ചുകൂടെ പറയാം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ചെന്നിത്തലയുടെ അവസരം ഇല്ലാതാക്കുന്നതിന് UDF തന്നെ കാരണമായത്? അത് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓർക്കണം, ആ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം കത്തി നിന്നപ്പം അത് BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ K. സുരേന്ദ്രൻ ആ വിഷയം കൊണ്ടുവന്നത്. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച വിഷയത്തെ ചെന്നിത്തല കൂടി അതിന് പിന്നാലെ കൂടി ചെന്നിത്തലയും കള്ളക്കടത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ചെന്നിത്തല കള്ളക്കടത്തിനെതിരെ സംസാരിക്കുമ്പം നമ്മളൊരു കാര്യം ഓർക്കണം, അഖിലേന്ത്യാ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ശശി തരൂരോ പോലും സ്വർണ്ണക്കടത്തിനെതിരെ പിണറായിക്കെതിരെ കാര്യമായ ഒരു പ്രസ്താവനയോ സമരമോ ഒന്നും നടത്തിയിട്ടില്ല. മാത്രമല്ല, ദേശീയ ചാനലുകളിൽ, മലയാളം ഞാൻ പറയുന്നില്ല, കോൺഗ്രസിൻ്റെ അനുകൂലമായി സംസാരിക്കുന്ന വക്താക്കൾ വന്നവർ പോലും കള്ളക്കടത്ത് കേസിൽ പിണറായിയെ സഹായിക്കുകയായിരുന്നു. പക്ഷെ അവിടെ രമേശ് ചെന്നിയെടുത്ത ധീരമായ നിലപാട്, ആ വിമർശന നിലപാട് രമേശിന് ഹാനികരമായി മാറി. കാരണം ആ കള്ളക്കടത്തിന് പ്രതികളുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അവരോടൊപ്പം നിൽക്കുന്ന മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആളുകളോ മാത്രമായിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി, PK കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി, മുസ്ലിം ലീഗിനും ആ കള്ളക്കടത്ത് കേസ് കാര്യമായി മുന്നോട്ട് പോയാൽ പലതും നഷ്ടപ്പെടാനുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ അവസരമില്ലാതാക്കിയത്. രമേശ് ചെന്നിത്തല ക്ഷമിക്കാത്ത രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയും പക്ഷവും പരിശ്രമിച്ചിരുന്നതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ രമേശ് ചെന്നിത്തലയുടെ ആ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ അവസാനം ആരംഭിച്ചത് എന്ന് ഒരു മടിയും കൂടാതെ പറയാം. പക്ഷെ അതിനുശേഷം അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു. KM മാണിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയോ KM മാണിയോ ഒരാൾ മുഖ്യമന്ത്രിയും മറ്റൊരാൾ ഉപമുഖ്യമന്ത്രിയും ആയിക്കൊണ്ട് 2021 വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ ഒരു രാഷ്ട്രീയ അട്ടിമറിയുടെ സാഹചര്യം ഉണ്ടാക്കിയതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലും KM മാണിയുടെ കാലം കഴിഞ്ഞു, ജോസ് K. മാണി അപ്പുറത്ത് പോയി, ഇടതുപക്ഷത്ത് പോയി. അങ്ങനെ പോയി കഴിഞ്ഞാലും കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ ആ മുസ്ലിം വോട്ടിൻ്റെ സമാഹരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി 30 സീറ്റിനടുത്ത് വരെ ലീഗിന് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയും 25 സീറ്റിൽ കൂടുതൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം ഓർത്തു വെക്കണം, VD സതീശനോ KC വേണുഗോപാലിനെ ഒന്നും പോലും മുഖ്യമന്ത്രിയാകാതെ ആ കസേരയിൽ കയറിയിരിക്കുന്നതിന് മുസ്ലിം വർഗീയതയുടെ രാഷ്ട്രീയപക്ഷമായ മുസ്ലിം ലീഗിൻ്റെ പക്ഷത്ത് നീക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് കണക്കുകൂട്ടി തന്നെ വേണം സതീശനാണെങ്കിലും രമേശാണെങ്കിലും പോകുന്നത്. രമേശ് അതിന് ശേഷം സ്വീകരിച്ച മാർഗം എന്താ? രമേശ് സ്വീകരിച്ച മാർഗം മറ്റൊന്നുമല്ല. രമേശ് ഊണിലും ഉറക്കത്തിലും ആവർത്തിച്ച് ഹിന്ദുപക്ഷത്തെ കുറ്റം പറയുന്നതിന് ഞാനാണ് കൂടുതൽ മിടുക്കനെന്ന് കാണിച്ചു. സതീശൻ്റെ വഴി അത് തന്നെയാണ്. എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തെ ചീത്ത പറയുക, അവരെ പാർശ്വവൽക്കരിക്കുക, അവരെ അവഹേളിക്കുക, അതിലും ഇവർ തമ്മിൽ മത്സരമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണം. ഈ ഇലക്ഷന് നിലമ്പൂർ ഇലക്ഷന് കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുടെയും നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെയും വോട്ട്
നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അതിന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ മറുപടി, വോട്ട് ആരുടേതായാലും ഞങ്ങൾ വേണ്ടെന്ന് പറയില്ലെന്നാണ് പറഞ്ഞത്. നേരെ മറിച്ചിട്ട് എല്ലാ ഇലക്ഷനും സതീശനോട് ചോദിക്കില്ല. സതീശൻ അറിയപ്പെടുന്ന ഹിന്ദു വിരുദ്ധ തീവ്ര വർഗീയവാദിയാണ്. സതീശനോട് ചോദിക്കില്ല. പക്ഷെ ചെന്നിത്തലയോട് എല്ലാ ഇലക്ഷനും അവർക്ക് ചോദ്യമുണ്ട്, നിങ്ങൾ ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ടെന്ന് പറയൂ, RSSൻ്റെ എന്നാ ചോദിക്കുന്നത്. അതിനർത്ഥം ഹിന്ദുവിൻ്റെ തന്നെയാണ്. അത് വോട്ട് ആരുടെ കിട്ടിയാലും സ്വീകരിക്കുമെന്ന് ഇന്ന് വരെ ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റിയിട്ടില്ല. അത് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം ചെന്നിത്തലയുടെ പാർട്ടിയും കൊടുക്കില്ല, ചെന്നിത്തല നിൽക്കുന്ന മുന്നണിയും കൊടുക്കില്ല. ഈ പശ്ചാത്തലത്തിലൊക്കെ വേണം നമ്മൾ ചിന്തിക്കുന്നത്. ക്യാപ്റ്റനായാലും അത് ക്യാപ്റ്റൻ സതീശനായാലും മേജർ ചെന്നിത്തലയായാലും പട വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു കഴിയുന്ന പടയുടെ നേതാവായി അവരായിരിക്കില്ല ഉണ്ടാകുന്നതെന്നും. പക്ഷെ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം വോട്ട് കൊണ്ട് UDF ജയിക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം നിൽക്കുന്നത് ഹിന്ദു സമൂഹമാണ്. ഹിന്ദു സമൂഹം ഇത്തരത്തിലുള്ള ഒരു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനും അവരെ സാരമായി ബാധിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹിന്ദു ഭൂരിപക്ഷമാണെന്നുള്ള പരിഗണനയിൽ ഈ VD സതീശനോ VT ബലറാമോ രമേശ് ചെന്നിത്തലയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പരിഗണന കണ്ടിട്ടുണ്ടോ? ഏത് കാര്യത്തിനും ഹിന്ദുവിനെ കടന്നാക്രമിക്കാനുള്ള ആവേശം. അപ്പം അവർ ചിന്തിക്കുന്നത് ഹിന്ദു വിരുദ്ധ വർഗീയ ശക്തികളുടെ വോട്ട് ക്രോഡീകരിക്കുക, അവസരവാദത്തിന് വേണ്ടിയും കാര്യനേട്ടത്തിന് വേണ്ടിയും കൂടെ നിൽക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്, അവരെയും കൂടെ കൂട്ടുക. ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറഞ്ഞല്ല ചർച്ച ചെയ്യേണ്ടത്. വികസനത്തിൻ്റെ കാര്യങ്ങൾ മുന്നിട്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത്, പ്രായോഗികമായ കാര്യമെന്ന് പറയുന്നത്, ഒരു പക്ഷത്ത് വലതു വർഗീയ മുന്നണി, മറു സൈഡത്ത് ഇടതു വർഗീയ മുന്നണി, രണ്ടിലും മുസ്ലിം ലീഗ് ഉണ്ട്. ഒന്നിന് INL, ഒന്ന് മുസ്ലിം ലീഗ്. രണ്ടിലും കേരള കോൺഗ്രസ് ഉണ്ട്. ഒന്ന് JSK മാണിയുടെ കേരള കോൺഗ്രസ്, മറ്റേ വിഭാഗത്തിൻ്റെ കേരള കോൺഗ്രസ്. ഇതെല്ലാം ഉള്ളപ്പോഴത്തേക്ക് കേരളം പ്രവർത്തിക്കുന്നത്. ശരിക്കും സാറ് പറഞ്ഞത് ശരിയാണ്. വികസനം മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനെ അപേക്ഷിച്ച് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ഒരു മതവർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള, മതത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം, സമയം തീരുന്നുണ്ട്. ഞാൻ ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാന്ന് പറഞ്ഞാൽ, EM ശങ്കരന് മുമ്പാട് 67 ആരംഭിച്ച വർഗീയ പ്രീണന രാഷ്ട്രീയം, ലീഗിൻ്റെ പ്രീണന രാഷ്ട്രീയം മുസ്ലിം ലീഗിനെ കൊണ്ടുവന്നു. അതിന് കരുണാകരൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, കരുണാകരനെ കുറിച്ച് എന്തെല്ലാം പരാതി ആരെല്ലാം പറഞ്ഞാലും, കരുണാകരൻ്റെ അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ, നിലയ്ക്കൽ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കരുണാകരൻ ഒരു മതേതൃത്വത്തിൻ്റെ വക്താവായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോകുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട്, അല്ലാതെ മറച്ചു വെച്ചല്ല. അതേ സമയത്ത് തന്നെ ലീഗിനെയും കൂടെ നിർത്തും, ക്രിസ്ത്യൻ ശക്തികളും കൂടെ നിർത്തി പോയൊരു പോക്കായിരുന്നു കരുണാകരൻ്റെത്. കരുണാകരൻ്റെ ശിഷ്യനായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു രാഷ്ട്രീയം പരിശോധിച്ച് നോക്കുന്നതിനുള്ള ബാല്യം ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കരുണാകരൻ്റെ ശൈലിയിലേക്ക് രമേശ് തിരിച്ചു പോവുക, ഹിന്ദുവിനെ വെറുപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെയും കൂടെ നിർത്തുക. ഇത്രയും കാര്യം ചെയ്താൽ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മേജർ വിചാരിച്ചാൽ, അതായത് ചെന്നിത്തല വിചാരിച്ചാൽ, ഒരു UDF ഭരണം കൊണ്ടുവരാൻ പറ്റിയേക്കാം. സതീശൻ ആ ലക്ഷ്യത്തിൽ നിന്ന് വളരെ ദൂരമാണ്. ക്യാപ്റ്റന് ഇനിയും പല കടമ്പകളെയും കടക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, കുഞ്ഞാലിക്കുട്ടി തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ, കുഞ്ഞാലിക്കുട്ടി ഭരണം പിടിച്ചെടുക്കേണ്ട സാഹചര്യം വരാതെ നോക്കേണ്ടത് രണ്ടുപേരുടെയും പൊതു ആവശ്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.